ആദ്യം കുറച്ച് പിള്ളേരോട് വന്നു, കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞ് പാറ്റാ പാർട്ടി എന്ന് പറഞ്ഞ് കുറച്ച് വരുന്നു. അവർ പറയുന്നു നീറ്റാണ് വിഷയം. ഈ ശശികലയെ പോലെ ആയി വരുവാണോ കൃഷ്ണകുമാർ എന്നൊരു ഡൗട്ട്. പിന്നെ BJP ആണ്, നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ ഞാൻ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ബഹുമാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ പുള്ളിയെ പണ്ട് വിമർശിച്ചിട്ടുണ്ടെങ്കിലും ചില സംസാരങ്ങൾ പുള്ളിയെ നമ്മൾ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, ചില കാര്യത്തിലാണെങ്കിൽ പോലും നല്ല പക്കയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത സമയം കൊണ്ട് പുള്ളി ഒരു ലോക തോൽവിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാശ്മീരിലെ അവസ്ഥ ആയിരിക്കും ഡൽഹിയിൽ വന്ന് സമരം ചെയ്യുന്ന ആൾക്കാർക്ക് എന്നുള്ള രീതി പോസ്റ്റ് ഇട്ടു. അതിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആര്? ശശികല ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ശശികലയെ വെറുക്കുന്നവർ കഴിഞ്ഞ വീഡിയോയിൽ എന്തായാലും ഒരു 1500 പേര് ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാനിന്ന് പ്രതീക്ഷിക്കുന്നത് ശശികലയെ വെറുക്കുന്നവർ മാത്രം അടിച്ചാൽ മതി. പിന്നെ ഹൈപ്പും കൂടെ കൊടുത്തോ, പരമാവധി വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്തോ, ഫേസ്ബുക്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തോ. പിന്നെ ഈ വിഷയം ചെയ്യുമ്പോൾ നമുക്ക് സബ് കയറത്തില്ല. പൊളിറ്റിക്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ ഒന്ന് സബ് ചെയ്യണം. ഇപ്പം തന്നെ നിങ്ങൾ ചെയ്തോ, ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോയും കൂടെ ചെയ്തോ. അതുപോലെ തന്നെ ശശികലയുടെ വിഷം അതുപോലെ ഇപ്പം ഈ പറയുന്ന വ്യക്തി ആയി വരുവാണോ ഒരു ചെറിയൊരു ഡൗട്ട് ഇല്ലാണ്ടില്ല. പക്ഷെ കൊടൂര വിഷമാണ് ശശികലയും ഈ പറയുന്ന VK ബൈജു. പിന്നെ ഇപ്പോൾ ഒരു ചാനലുണ്ട്, ആ ചാനലിൻ്റെ ന്യൂസ് വേണ്ട, ഞാനത് പറയുന്നില്ല, ആ ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതിനകത്തൊരു വീഡിയോ കൂടെ ഞാൻ വെച്ചിരുന്നു. നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അറിയാലോ ഡൽഹിയിലെ കാര്യങ്ങളൊക്കെ. ഡൽഹിയിലെ കാര്യത്തിലാണെങ്കിൽ 2 ദിവസം മുമ്പ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയെക്കുറിച്ച് ശശികല ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വായിക്കാനൊന്നും പോകുന്നില്ല, കാരണം അത് മൊത്തം നെഗറ്റീവ്. കാരണം മുസ്ലിംസിന്റെ പേരൊക്കെ വെച്ചിട്ട് ഇന്ന സ്ഥാനത്തിരുന്ന് ഇന്ന ആളാണ്, ഇന്ന സ്ഥാനത്തിരുന്ന് അന്ന ആളാന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം മുസ്ലിംസിനെ കുറ്റം പറയുന്ന രീതിയിൽ തന്നെ. അങ്ങനെ ഇപ്പം വേണ്ടേ വീണ്ടും ഒരു പോസ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല മാതൃകയാണെന്ന്, രാജ്യമാണെന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരി ഇല്ല മറ്റേ പുള്ളിക്കാരൻ രാജിവെച്ചല്ലോ, ധർമ്മേന്ദ്ര രാജിവെച്ചല്ലോ. അപ്പം അതിന് പുള്ളിയുടേതായിട്ടുള്ള എൻ്റെ പോലെ ഒരു എസ്സേ പോലുള്ളൊരു സാധനമുണ്ട്. ഞാൻ കൂടുതൽ അതൊന്നും നോക്കാൻ പോയില്ല, കാരണം അത് വായിച്ചാലേ നെഗറ്റീവാണ്. നമ്മുടെ അന്നത്തെ സമയം പോകും. എനിക്ക് വേണമെങ്കിൽ ഇത് വായിച്ച് വേണമെങ്കിൽ ലോങ് ആക്കാം, വീഡിയോ എങ്ങനെ പോലും നല്ല രീതിയാക്കാം. പക്ഷെ വെറുതെ വെറുപ്പിക്കുന്നില്ല. എന്തായാലും നമുക്ക് കൃഷ്ണകുമാർ പറഞ്ഞു എന്ന് വെക്കാം. എന്തായാലും മറക്കണ്ട, ഇവരെ വെറുക്കുന്നവരൊന്ന് അടിച്ചേക്കുക, പരമാവധി ഒന്ന് ഷെയറും ചെയ്തേക്കുക. കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞു പാറ്റാ പാർട്ടി എന്ന് പറഞ്ഞ് കുറച്ച് വരുന്നു. അവർ പറയുന്നു നീറ്റാണ് വിഷയം. അവിടെ തന്നെ പത്രക്കാർ കഴിയുമ്പോൾ നീറ്റ് മാറി, കുറച്ച് കഴിയുമ്പോൾ രാം മന്ദിറായി, കുറച്ച് കഴിയുമ്പോൾ RSS ആയി, കുറച്ച് കഴിയുമ്പോൾ BJP ആയി, കുറച്ച് കഴിയുമ്പോൾ പറയുന്നു പ്രധാൻ മാത്രം പോരാ, പ്രധാൻ രാജിവെച്ച് കഴിഞ്ഞാൽ അടുത്തത് പ്രധാനമന്ത്രി രാജിവെക്കണം. അപ്പോ ഒരാളെ ഇവരുടെ പ്രശ്നത്തിൽ മാറ്റി കൊടുത്താൽ പിന്നെ അടുത്ത ഡിമാൻഡോട്ട് വരും. നമ്മളിവിടെ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്. പണ്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ സ്വന്തമാക്കി പിടിക്കാൻ പറ്റ പാട് നമുക്കറിയാം. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പൊക്കോണ്ടിരുന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആണോ അല്ലയോ? നമ്മൾ ഫൈറ്റ് ചെയ്ത് മേടിച്ചാണ്, അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. അതേ രാജ്യത്ത് എന്തുകൊണ്ട് നമുക്ക് അവകാശപ്പെട്ടുകൂടാം? സ്റ്റുഡൻസിന് നീതി കിട്ടിയില്ല, അതിനാണ് അവരിറങ്ങി പ്രതിഷേധിച്ചത്. അതിപ്പം തനിക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എല്ലാവരും വന്നിട്ട് നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അവരെ ഇതുപോലുള്ള എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിക്കണം, അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകത്തുള്ളൂ. ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, താങ്കൾ ആ ഒരു കാര്യത്തിൽ പരാജയമാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻസ്റ്റയിലൊക്കെ ഇടുന്നുണ്ട്, ഈ റെമ്പൂട്ടാനും അതുമൊക്കെ പറപ്പിക്കാനും അങ്ങനെയുള്ള വ്ളോഗൊക്കെ ഇടാനല്ലേ അറിയത്തുള്ളൂ. പിള്ളേരെ ഒന്ന് തെരുവി വിട്ടു നോക്കണം. വിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ആ ഒരു വിഷയത്തിൽ, കാരണം അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഓരോ പിള്ളേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് 50 ഗ്രാം കഞ്ചാവ് ഒക്കെ നിൻ്റെയൊക്കെ പേരിൽ എഴുതി വെക്കും, കേസ് കൊടുക്കും. പിന്നെ ആണി വെച്ചടിച്ചതും പുറത്തുനിന്ന് ഗുണ്ടകളെ വെച്ചടിപ്പിച്ചു ഒന്ന് നിങ്ങളെന്താ മറന്നുപോയോ? നിങ്ങൾക്കൊന്നും ഓർമ്മ കാണത്തില്ല, കാരണം നിങ്ങളുടെ കണ്ണിൽ ഇതെല്ലാം ശരിയാണ്. പക്ഷെ അനുഭവിക്കുന്ന പിള്ളേരുടെ പാഠം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമുക്ക് ഇറങ്ങാം, പ്രതിഷേധിക്കാം, അതിനുള്ള റൈറ്റ്സ് ഉണ്ട് മാൻ, അതും കൂടെ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്താ അയാൾ രാജിവെച്ചില്ലേ? കഷ്ടം, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പ്രതിഷേധിക്കാം, യാതൊരു തെറ്റുമില്ല, പ്രതിഷേധിക്കണം. കാരണം വെച്ചാൽ പ്രതിപക്ഷം കൂടി ശക്തമല്ലെങ്കിൽ ഭരണപക്ഷം ഫെയിലുറായി. പ്രതിഷേധിക്കാം. ഭരണപക്ഷം പോട്ടെ, പ്രതിപക്ഷത്തിൽ എന്താണ്, അവരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അവരെയും പിടിച്ച് അറസ്റ്റ് ചെയ്തു. ഇത് ശരിക്കും വൈറലായി രാജ്യം മൊത്തം കത്തി. എല്ലായിടത്തും എല്ലാ സ്റ്റേറ്റിൽ നിന്നും അവിടെ വന്നു ഡൽഹിയില. നിങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോകും. ഇപ്പം നേരെ കോൺഗ്രസിനായ ഭരണമെന്ന് വെച്ചാലോ, ഈ സംഭവം ഇവിടെ ഈ ഇന്ത്യയിൽ ഇതേ സംഭവം നടന്നാൽ നിങ്ങൾ എല്ലാവരും തൂക്കി പിടിച്ചോണ്ട് പോകത്തില്ലേ പിള്ളേർക്ക് സപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി? നിങ്ങളൊക്കെ അവസരവാദികളാ. അതിൻ്റെ ഇടയ്ക്ക് വേണ്ട ബാക്കി കൂടെ വെക്കാം. പക്ഷെ പ്രതിഷേധം റൂട്ട് മാറുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇന്നൊക്കെ ഇവിടെ പ്രമുഖ ചാനലുകൾ സ്ഥാനം എടുത്തിട്ടുണ്ട്. വലിയൊരു കോൺട്രവേഴ്സി ആയിരിക്കും. അവിടെ വന്ന്
അതായത് ഖുറാനെ വെച്ചിട്ട് അതിന്റെ ഒരു പോയിന്റ് വെച്ചിട്ട് ഇത്രാം തീയതി ഈ മദ്രസ പോകും, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തത്. ഓ, മനോരമ പറയുന്നതെല്ലാം കറക്റ്റാണോ? ന്യൂസിൽ വരുന്നതെല്ലാം ശരിയാണോ കൃഷ്ണകുമാറെ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. ന്യൂസുകാർക്ക് എരിവും പുളിയൊക്കെ കയറ്റി വിടാം. ഞാൻ പറയുന്നത് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളുടെയൊക്കെ ആവശ്യം വരുമ്പോൾ ന്യൂസുകാർ കൊടുത്ത്, നിങ്ങളുടെയൊക്കെ ഒരു വിഷയം വരുമ്പോൾ ന്യൂസുകാർ കൊടുത്ത് തെറ്റാന്ന് പറയുകയും ചെയ്യും. ന്യൂസുകാർ നിങ്ങളുടെ പാർട്ടിക്ക് സപ്പോർട്ടായിട്ട് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് മാത്രം നല്ലത്. അതെന്താ പുള്ളി അങ്ങനെ ഒരു ചോദ്യം? അല്ല, അങ്ങനെ ഒരു ഒരു ഉത്തരം കഷ്ടം. വിത്ത് വീഡിയോ അവിടെയാണ് എന്റെ നറേറ്റീവ് മാറുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ CJP എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഉദ്ദേശം എന്തായിരുന്നു നമ്മൾ മുഴുവൻ പൊളിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ആരെയാണ് കണക്ട് ചെയ്യുന്നത്? ഇപ്പൊ കേരളത്തിൽ നിന്ന് പോയ പ്രമുഖ നേതാവ് ഇത് കഴിഞ്ഞിട്ട് ചൈനീസ് എംബസി കയറി പോകും. ഇതെല്ലാം നമ്മൾ വീഡിയോ കാണുകയാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. അവർക്ക് ചെറുപ്പത്തിൽ എത്ര പേര് നീറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ട്, പിന്നെ ഈ കേസ് CBI അന്വേഷിച്ചു, ഇതിന് ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്, എല്ലാ നടപടികളും എടുത്തിരിക്കുകയാണ്. ഈ പരീക്ഷ രണ്ടാമത് നടത്തി, എന്റെ അറിയിച്ചിട്ട് 10-15 ലക്ഷം പേര് സെലക്ടഡ് ആയിട്ടുണ്ട്. ഇതൊക്കെ നടന്നിരിക്കുന്നു. 20 ആൾക്കാരുടെ ജീവന്റെ വിലയോ അതൊന്ന് ചിന്തിച്ചുകൂടെ? അതിപ്പോ അവനവന്റെ കുടുംബത്തിൽ വന്നാലേ അത് മനസ്സിലാവൂ. അവനവന്റെ കുടുംബത്തിൽ അത് വന്നാലേ മനസ്സിലാവൂ ഒരു ജീവന്റെ വില എന്താണെന്ന്. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടല്ലോ? ആരാൻ്റെ അമ്മയുടെ പറമ്പിൽ എന്തോ പൊട്ടിത്തെറിച്ചെന്നും പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്ന എനിക്കെന്താ കാര്യം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ രാഷ്ട്രത്തിൽ ഇരിക്കരുത് മാൻ. നിങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കണം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നിങ്ങൾക്ക് അതിനുള്ളൊരു സാമാന്യ ബോധം പോലും ഇല്ല. അത് നിങ്ങളുടെ സംസാര രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ഇച്ചിരി ബഹുമാനം ഉണ്ടായിരുന്നു, അതും കൂടെ കൊണ്ട് കളയിപ്പിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയൊരു വിഷമമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആണ് ഈ ഒരു അവസ്ഥ വരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കുടുംബത്തിൽ ഒരു എക്സാം എഴുതിയിട്ട് ഇന്ന പോലെ ഒരു സംഭവങ്ങളൊക്കെ നടന്ന് ജീവിതം കളയുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം കുടുംബത്തിൽ വരുമ്പോഴേ ഉള്ളൂ കൃഷ്ണകുമാറെ അതിന്റെ വേദന മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ കൃഷ്ണകുമാർ, കുറച്ചും കൂടെ പറ. ആക്ഷൻ ടേക്കൺ ഒരു സംഭവം വന്നിരിക്കുകയാണ്. എന്നിട്ടും ഇനി എന്തിനാണ് സമരം ചെയ്യുന്നത്? അപ്പം സമരം ചെയ്തതിന്റെ ഫലം എന്തിനാ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, പുള്ളി പറഞ്ഞില്ലേ ഇന്ന പോലെ കാര്യങ്ങൾ, ഞാൻ അതൊന്നും കൂടെ ഒന്ന് വെച്ചുതരാം. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കൂടെ പറയാം നിങ്ങളുടെ അടുത്ത്, ഒന്നും കൂടെ പോഷൻ. കുറച്ച് RSS ആയി, കുറച്ച് BJP ആയി, കുറച്ച് പറയുന്നത് പ്രധാൻ മാത്രം പോരാ, പ്രധാൻ രാജിവെച്ച് കഴിഞ്ഞാൽ അടുത്തത് പ്രധാനമന്ത്രി രാജിവെക്കണം. അപ്പോ ഒരാളെ ഇവരുടെ പ്രശ്നത്തിൽ മാറ്റി കൊടുത്താൽ പിന്നെ അടുത്ത ഡിമാൻഡോട്ട് വരും. അടുത്ത ഡിമാൻഡായിട്ട് ഞാൻ ഇവരുടെ വീട്ടിലെ സ്വർണം OBOC ഉണ്ടല്ലോ, അവരുടെ സ്ഥാപനത്തിന് ഈ പറയുന്ന കുറെ പൈസയും കാര്യങ്ങളൊക്കെ മോഷണമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ജോലിക്കാരാണ് ഇതൊക്കെ ചെയ്ത് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. അത് പോലീസ് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് അതിന്റെ നീതിയും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടും ഇവരും തൊടുത്ത് അവരെ വിളിച്ചു വരുത്തി മൂത്ത മോള് ചോദ്യം ചെയ്യുന്നു, ഇളയ മോള് ചോദ്യം ചെയ്യുന്നു, അതെടുത്ത് വീഡിയോ എടുക്കുന്നു, അതെടുത്ത് അപ്ലോഡ് ചെയ്യുന്നു. അവരൊരു കോടതിയായിട്ട് സംസാരിച്ച ആൾക്കാരാണ്. ഇവിടെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവത്തുള്ളൂ. താൻ അത് അനുഭവിച്ചൊരു വ്യക്തിയാണ്. തൻ്റെ വീട്ടിലൊരു വേറെ നീതി, പുറത്തുള്ള പിള്ളേർക്ക് വേറെ നീതി, അതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളും ഇല്ല. എൻ്റെ പൊന്നെണ്ണ ഉള്ള കാര്യം പറയില്ല. പിന്നെ ഇവർക്കൊരു ചാനലുണ്ട്, കൃഷ്ണകുമാറിനല്ല, ഈ പറഞ്ഞ ശശികലയും BK ബൈജുവിനെ പോലെ രാജ്യം മുടിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു ചാനൽ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. അതിനകത്തൊരു വീഡിയോ കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ച് തരാം. ഉദ്ദേശിക്കാൻ പാകത്തിനുള്ള അറിവോ കഴിവോ എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. എനിക്കും എന്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്കറിയുന്ന പല കാര്യങ്ങളിലും യാതൊരു ബോധവും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഫാക്ട്. ഈ യഥാർത്ഥ വിദ്യാർത്ഥികളെ നീറ്റ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന സമരവും അതുപോലെ തന്നെ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളുമൊക്കെ ജെനുവിനാണ് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അതിന്റെ മറവിൽ ജന്തർ മന്ദറിൽ കാട്ടിക്കൂട്ടുന്ന കോർപ്പറേറ്റുകളുടെ മുഴുവൻ ഓണർഷിപ്പ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ടോ, യഥാർത്ഥ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വമേധയാ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. അവരിറങ്ങി തിരിച്ചുകൊണ്ടാണ് സാറേ നീതി കിട്ടിയത്. സാർ അതും കൂടെ ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും. സാറിനത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, സാറിനൊന്നും മനസ്സിലാവത്തില്ല. അത് ഈ നീറ്റ് ചോദ്യ പേപ്പർ ചോർന്നതിനെ തുടർന്ന് വീണ്ടും റീ എക്സാം നടത്തുകയും 20 ലക്ഷത്തിലധികം സ്റ്റുഡൻസ് അത് അപ്പിയർ ചെയ്യുകയും അതിൽ ഏതാണ്ട് 11.7 ലക്ഷത്തിലധികം ആൾക്കാർ അതിന് എലിജിബിലിറ്റി നേടുകയും അതിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുകയും ചെയ്യുന്ന അവസരമാണ് ഇപ്പോഴുള്ളത്. നോക്കൂ, ഈ പറയുന്ന 11.5 അല്ലെങ്കിൽ 11.7 ലക്ഷം സ്റ്റുഡൻസിനെ കാത്തിരിക്കുന്നത് ഏതാണ്ട് 1 ലക്ഷത്തിലധികം MBBS സീറ്റുകളാണ്. ടോട്ടലാണ് കേട്ടോ ഞാൻ പറയുന്നത്, അതായത് മെഡിക്കൽ സീറ്റുകളാണ്. 1947 മുതൽ 2014 വരെ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഏതാണ്ട് 51,000 മെഡിക്കൽ സീറ്റുകളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് 1 ലക്ഷത്തിലധികം സീറ്റുകളാണ്. രാജ്യത്ത് 387 മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നുള്ളൂ 2014 വരെ. ഇന്ന് അത് 701 മെഡിക്കൽ കോളേജാണ്. ഈ PG വിഭാഗത്തിൽ 31,000 സീറ്റുകളായിരുന്നു ഈ രാജ്യത്ത് 2014 വരെ ഉണ്ടായിരുന്നത് എങ്കിൽ നിലവിൽ അത് 70,000-ൽ അധികം സീറ്റുകളാണ്. എയിംസ് 7 എണ്ണമായിരുന്നു 2014 വരെ എങ്കിൽ നിലവിൽ അതിനുശേഷം 15 എയിംസിനാണ് അപ്രൂവൽ കൊടുത്തിട്ടുള്ളത്. IIT 16 ആയിരുന്നു, അത് ഇപ്പോൾ 23 ആണ്.
അപ്പോ ഇതിനൊന്നും ഇത് സത്യത്തിൽ ഈ ജെൻസി കുട്ടികളെ തെറ്റു പറയാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഒരു പ്രായത്തിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോ നമ്മളുടെ രാജ്യം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പതുക്കെ സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ പാസ്റ്റ്, അതായത് നിങ്ങളിൽ മൂത്തവര് 97 ജനിച്ചവർക്കൊക്കെ ചെറിയ കേട്ടുകേൾവി ഉണ്ടാവും. അല്ലാത്തവരൊന്നും ഇത് ചിലപ്പോ ഇതിന്റെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇത് കേട്ടിട്ടേ ഉണ്ടാവില്ല. നമ്മുടെ രാജ്യത്തിന് ഒരു കെട്ട കാലം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ രാജ്യത്ത് ചെലവ് കഴിക്കാൻ വേണ്ടിയിട്ട്, ശമ്പളം മുടക്കാൻ വേണ്ടിയിട്ട് RBIയിലെ ഗോൾഡ് റിസർവ്. അല്ല, ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? ഇതാണ് ഇവിടുത്തെ വിഷയം. നമ്മുടെ വിഷയം എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുടെ കാര്യങ്ങളും 20 കുട്ടികൾ മരിച്ചതിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ CBSE പിള്ളേർക്ക് ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതല്ലേ? നിങ്ങൾ എന്തിനാ ഈ പറഞ്ഞ് വേറെ മൊത്തത്തിലോട്ട് പോകും. ഞാൻ ഇതിവിടെ വെക്കാത്ത എന്താണെന്നറിയാം, കൂടുതലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതും കണ്ട ആൾക്കാർ മനസ്സിലാക്കും വിവരക്കേട്. അത് അത്രയും കൂടെ ഇവർ ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മുടെ ചാനലും കൂടെ പോകുമ്പോൾ ഇവർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്. മനസ്സിലായോ? ചില വിവരദോഷികൾ ഇതും കണ്ടിട്ട് വേണമെങ്കിൽ അവരുടെ ചാനലിൽ പോയി കാണും, സ്ഥിരം അത് കാണാൻ തുടങ്ങും. അങ്ങനെയും തെറ്റിദ്ധരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരെയൊന്നും സത്യം പറയാലോ, ശരിക്കും ഞാൻ ഇപ്പോഴാണ് ഈ അടുത്ത ഒരു 2 മാസം കൊണ്ടാണ് ഇത്രയും വിഷയങ്ങൾ നമ്മുടെ നാട്ടിലെ ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരില്ല. ശശികലയൊക്കെ എന്താ കാണിക്കുന്നത്? ഒന്നും അറിയാതാണെങ്കിൽ പോലും അത് വളച്ചൊടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരൊക്കെ PR വർക്ക് ചെയ്യുമ്പോൾ അത് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഇതിന് ജനങ്ങൾ മറുപടി കൊടുക്കണം, ജനങ്ങൾ ശക്തമായിട്ട് മറുപടി കൊടുക്കണം. ഇങ്ങനെയുള്ളവരെ അടുപ്പിക്കാതിരിക്കുക. അത്രയും എനിക്കിപ്പോൾ പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഐ ലവ് യു ഗൈസ്.